ജൂൺ 22 മിസ്റ്റർ ഹസ്ബൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ബോയ്ക്ക് എൻ്റെ വക ഒരു ചെറിയ ബർത്ത്ഡേ ട്രീറ്റ്. തായ് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകാനാണ്. ഇവിടെ തായ് ഹൗസസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അന്ന് ഫുഡും ആംബിയൻസും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് പിന്നെയും പോകുന്നത്. ഓണേഴ്സ് തായ്ലൻഡുകാർ തന്നെയാണ്. പൂനെയിൽ വന്ന് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. നമ്മളവിടെ ഒരു 8-8:30 ആയപ്പോഴത്തേക്കും ചെന്നു, ഓർഡർ കൊടുത്തു. പിന്നെ ഫുഡ് വരാനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. എന്താണെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ വന്നപ്പോൾ എല്ലാം വരിവരിയായിട്ട് വന്നു. നമ്മൾ 2 സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം അത് രണ്ടും വന്നു. ടോം യം ആൻഡ് ചിക്കൻ സുഖി നൂഡിൽ സൂപ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഗാർലിക് ഫ്രൈഡ് റൈസും പുറകെ ഫട്കി മാവ് എന്ന് പറഞ്ഞൊരു ഐറ്റവും വന്നു. അത് നമ്മുടെ ന്യൂഡിൽസ് പോലൊരു സംഭവം. അപ്പോൾ ആദ്യം നമ്മൾ ഫട്കി മാവ് കഴിച്ചു. പ്രൊനൗൺസിയേഷൻ തെറ്റാണ്. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വള്ളത്തിലൊരു സാധനം വന്നു. തായ്ട്ടോ സുപ്രീ ചിങ്കൻ. ഭയങ്കര രസമായിരുന്നു അത് കഴിക്കാൻ. സ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് നമുക്ക് പറഞ്ഞ പരിപാടിയല്ല. അതുകൊണ്ട് ഫോർക്ക് വെച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ കോഴ്സിലെ ലാസ്റ്റ് ഐറ്റം വന്നു കർപ്പോഗൈ. ഐ ഡോണ്ട് നോ, അതും പ്രൊനൗൺസിയേഷൻ തെറ്റാണ്. പക്ഷേ ഗാർലിക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. അത്ര കഴിച്ചപ്പോൾ തന്നെ നമ്മൾ ഫുള്ളായി. പക്ഷേ ഇനി ഡെസേർട്ട് വരാനുണ്ടായിരുന്നു. നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസും കോക്കനട്ട് പാനും ചില്ലിയും പറഞ്ഞായിരുന്നു, അത് വന്നു. മാംഗോ സ്റ്റിക്കി റൈസ് അടിപൊളിയാന്ന് സെലിബ്രിറ്റീസും യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ഇഷ്ടമായില്ല കേട്ടോ. എന്താണെന്നും പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ കൂടെ കിട്ടിയ മാങ്ങ എന്ത് ടേസ്റ്റായിരുന്നു അതിന്. ഈ സീസണിൽ ഇത്രയും ടേസ്റ്റുള്ള മാങ്ങ ഞാൻ വേറെ കഴിച്ചില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഐറ്റം കോക്കനട്ട് പാന്തൻ ചില്ലി. നത്തിങ് സ്പെഷ്യൽ. എല്ലാവർക്കും പാന്തൻ ലീഫിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല. എല്ലാം നല്ല ഫുഡായിരുന്നു. ഒട്ടും മിച്ചം വെക്കാതെ മുഴുവൻ കഴിച്ചു. ബർത്ത്ഡേ ബോയ് വളരെ ഹാപ്പിയാണ്. എന്നിട്ട് നമ്മൾ ഒത്തിരി ലേറ്റായി വീട്ടിലെത്തി. പ്രൈസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഒരുവിധം നല്ല റേറ്റായി.